രാഷ്ട്രീയം എല്ലാ മേഖലകളിലും വലിയ രീതിയിൽ കൈകടത്തിയേക്കുന്ന ഒരു സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ വർഷത്തെ മികച്ച ചിത്രമായിട്ട് കേരള സ്റ്റോറി പോലുള്ള ഒരു സിനിമ ഒന്ന് വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിയൊരുക്കുകയും ചെയ്തു. അത് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അവാർഡ് നൽകുന്നതിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. അതൊരു കുറ്റകൃത്യം കൂടിയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു നുണപ്രചാരണത്തെ കൂടുതൽ ആൾക്കാരിലേക്ക് അവാർഡിലൂടെ എത്തിക്കുകയാണ്. അതിനെ എങ്ങനെയാണ് ദേശീയ അവാർഡ് ജേതാവ് എന്നുള്ള രീതിയിൽ എങ്ങനെ കാണുന്നു? അവാർഡുകൾ ഓൾമോസ്റ്റ് അതിപ്പോൾ നമ്മളിപ്പോൾ ദേശീയ അവാർഡായാലും സ്റ്റേറ്റ് അവാർഡായാലും ഒക്കെ തന്നെ അത് കുറച്ചുകൂടെ പൊളിറ്റിക്കലായിട്ടുണ്ട് ഇപ്പോഴേ. അതായത് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് കൂടിയിട്ടുണ്ട്. അവർ നമ്മൾ ഇതിൻ്റെ ഒരു പ്രധാനം ഈ അവാർഡ് ആര് നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനം. ഏത് അവാർഡും നമ്മുടെ ഒരു അവാർഡിൻ്റെ ക്രെഡിബിലിറ്റി എങ്ങനെയാണ് അത് ജഡ്ജ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവാർഡ് നമുക്ക് നൽകിയത് അത് സെലക്ട് ചെയ്തത് ആരാണ്, ആ ജൂറി മെമ്പേഴ്സ് ആരാണ്, അവരുടെ ക്രെഡിബിലിറ്റി വെച്ചിട്ടാണ് നമ്മളതിനെ അസസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആളുകൾ ജൂറിയിൽ കടന്നുകൂടുകയും അങ്ങനെ ഒരു മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ദേശീയ പുരസ്കാര ജൂറിയിലൊക്കെ ദേശീയ പുരസ്കാരം കിട്ടിയ ആളുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ദേശീയ പുരസ്കാരം കിട്ടണമെന്നില്ല, സംസ്ഥാന പുരസ്കാരം കിട്ടണമെന്നൊന്നുമില്ല, ആർക്കും ജൂറി ആവാം. അതിൻ്റെ പ്രത്യേകിച്ച് ക്രെഡിബിലിറ്റി ഒന്നും വേണ്ട. അപ്പോൾ സിനിമയായിട്ട് പുലബന്ധം പോലും ഇല്ലെങ്കിലും ജൂറി ആവാം. അപ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ആൾക്കാർ ജഡ്ജ് ചെയ്യുന്ന സിനിമകളുടെ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അവരത് ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റോടുകൂടി ജൂറിയിലേക്ക് ആൾക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് പൊളിറ്റിക്കലായിട്ട് അവരത് ആ സിനിമകളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത്തരം സിനിമകളെ എങ്ങനെയാണ് പിന്നെ റെക്കഗ്നൈസേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്രെഡിബിൾ ജൂറി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരത് സിനിമയുടെ ക്രെഡിബിലിറ്റിയും സിനിമയുടെ ഒരു ആർട്ടിസ്റ്റിക് സെൻസും വെച്ചിട്ടായിരിക്കും അവരെ തിരഞ്ഞെടുക്കുക. അതല്ലാത്ത ആൾക്കാർ വരുമ്പോൾ അവർക്ക് പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ട വരുന്നതാണ്. അപ്പോൾ അത് ഈ അവാർഡുകൾ അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ കുറച്ച് സിനിമകൾക്ക് അവാർഡ് കിട്ടി പോകുന്നു എന്നുള്ളതല്ലാതെ ഏതാണ്ട് മൊത്തത്തിൽ അവാർഡുകളെ ഒരു പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ അതിനുള്ള ഒരു ടൂളായിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു അവാർഡിൻ്റെ ഒരു ജൂറിയുടെ ഒരു നിലവാരം അനുസരിച്ചിട്ടാണല്ലോ അതിന് മൊത്തത്തിൽ വരിക. അപ്പോൾ അതിനിടയ്ക്ക് അബദ്ധത്തിൽ ഏതെങ്കിലുമൊക്കെ ചില നല്ല സിനിമകൾ പെട്ടുപോകുന്നു എന്നുള്ളതല്ലാതെ ഭൂരിപക്ഷം സിനിമകളും അവർക്ക് ആവശ്യമുള്ള സിനിമകളാണ് തിരികെ കയറ്റുക. അതിനിടയ്ക്ക് പിന്നെ വലിയ നിർബന്ധമില്ലാതെ ചില സിനിമകൾ കയറി പോകുന്നതാണത്. അതിനകത്ത് പൊളിറ്റിക്കലാണത്. എല്ലാം പൊളിറ്റിക്കലാണ്. ഡിസർവ്ഡ് ആണോ എന്നുള്ളത് നമ്മളത് ഒന്ന് നോക്കിയാൽ മതി. ജൂറിയുടെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ മതി. ആരാണ് ഈ ജൂറി ചെയർമാൻമാർ, ആരാണ് ജൂറി അംഗങ്ങൾ എന്നുള്ളത് നോക്കിയാൽ മതിയാവും. അപ്പോൾ അതിൽ തന്നെ ആ ആൾക്കാരുടെ ക്രെഡിബിലിറ്റി വെച്ചിട്ടാണല്ലോ നമ്മൾ ആ സിനിമകളെ അനലൈസ് ചെയ്യേണ്ടത്.